മാലിന്യങ്ങളില്ലാത്ത വേഷപ്പകർച്ചകളിലൂടെ പല ഭാവങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ഒരേ ഒരു ഉർവശി. ഒരു മനുഷ്യായുസ്സിലൂടെ കടന്നു പോകുന്ന എല്ലാ ഇമോഷനുകളും ഒരു ആക്ഷനും കട്ടിനുമിടയിൽ പല കുറി ഉർവശി പ്രേക്ഷകർക്ക് മുന്നിൽ കാട്ടിത്തന്നു. അത്തരത്തിൽ 8ാമത്തെ വയസ്സിലാണ് ഉർവശി തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. 13ാമത്തെ വയസ്സിൽ നായികയായും എത്തി. അങ്ങനെ 5 ഭാഷകളിലായി 700-ലധികം സിനിമകളിലൂടെ ഉർവശി പ്രേക്ഷകരുടെ മനസ്സിൽ സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു. 1985 മുതൽ 2000 വരെയും ഉർവശിയെ പോലെ തിരക്കുള്ള മറ്റൊരു നായിക നടി ഇല്ലായിരുന്നു. ഒരേ സമയം കോമഡിയും സെന്റിമെന്റ്സും ഉർവശിയെ പോലെ ചെയ്യാൻ മറ്റാർക്കാണ് കഴിയുക? അത്തരത്തിൽ ഉർവശി അനശ്വരമാക്കിയ ടോപ്പ് 20 കഥാപാത്രങ്ങളെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ആദ്യത്തേത് പൊന്മുട്ടയിടുന്ന താറാവിലെ തേപ്പുകാരിയാണ്. പ്രേക്ഷകരുടെ വെറുപ്പ് സമ്പാദിക്കാത്ത മലയാള സിനിമയിലെ ഒരേ ഒരു തേപ്പുകാരി ഒരുപക്ഷെ ഈ കഥാപാത്രമായിരിക്കും. രണ്ടാമത്തേത് തലയണ മന്ത്രം സിനിമയിലെ തനി നാട്ടിൻപുറത്തുകാരിയായ ഒരു കാഞ്ചനയാണ്. മൂന്നാമതായിട്ട് സ്ത്രീധന സിനിമയിലെ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന നിസ്സഹായയായ വിദ്യ എന്ന ക്യാരക്ടറാണ്. നാലാമത്തേത് ഭാര്യയിലെ ശൈലജയും 5ാമത്തേത് നാരായത്തിലെ അറബി ടീച്ചറായിട്ട് വരുന്ന ഗായത്രിയുമാണ്. 6ാമത്തേത് മിഥുനത്തിലെ പൊസസീവായ സുലോചനയും 7ാമത്തേത് കളിപ്പാട്ടത്തിലെ സരോജവുമാണ്. 8ാമത്തേത് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിലെ ഫെമിനിസ്റ്റും 9ാമത്തേത് യോധയിലെ ദമയന്തിയുമാണ്. 10ാമത്തേത് അച്ചുവിന്റെ അമ്മയിലെ പൊസസീവ് അമ്മയും 11ാമത്തേത് മഴവിൽ കാവടിയിലെ ആനന്ദവല്ലിയുമാണ്. 12ാമത്തേത് കുട്ടിത്തം കാട്ടുന്ന കാക്കത്തൊള്ളായിരത്തിലെ രേവതിക്കുട്ടിയും 13ാമത്തേത് മുഖചിത്രത്തിലെ സാവിത്രിക്കുട്ടിയുമാണ്. 14ാമത്തേത് വെങ്കലത്തിലെ തങ്കമണിയും 15ാമത്തേത് മധുചന്ദ്രലേഖയിലെ ചന്ദ്രമതിയുമാണ്. 16ാമത്തേത് ചാഞ്ചാട്ടത്തിലെ യമുനയും 17ാമത്തേത് മൈഡിയർ മുത്തച്ഛനിലെ ക്ലാരയുമാണ്. 18ാമത്തേത് സുററൈ പോട്രുവിലെ മാറന്റെ അമ്മയായും 19ാമത്തേത് അപ്പാത്തയിലെ കണ്ണമ്മയും 20ാമത്തേത് ഉള്ളൊഴുക്കിലെ ലീലാമ്മയുമാണ്. അങ്ങനെ ഉർവശി അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ ഏറെയാണ്.